ഹായ് മകളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അതിഥിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ട്, എന്തിനാണ് സാർ ഞങ്ങൾക്ക് ഇവരെ പരിചയപ്പെടുത്തുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു പാഠമുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, നിങ്ങളൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ കേൾക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഭാവിയിൽ ഒരു എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കടമ്പകളുണ്ട് അല്ലേ. നീറ്റ്, JEE പോലത്തെ വലിയ വലിയ എക്സാമുകൾ ക്രാക്ക് ചെയ്യണം. ഇതിലൊക്കെ നല്ല നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ എയിംസ്, IIT പോലുള്ള വലിയ വലിയ നല്ല അടിപൊളി സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്കൊക്കെ എത്തണമെങ്കിൽ ഈ വലിയ വലിയ എക്സാമുകൾ ക്രാക്ക് ചെയ്യണം. പല ആളുകൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ ഇത്താത്തമാരോ അല്ലെങ്കിൽ ചേച്ചിമാർക്കൊക്കെ പരിചയം ഉണ്ടാവും. റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട് അല്ലേ. +1 +2 ഒക്കെ പഠിച്ച് റിപ്പീറ്റ് ചെയ്യാൻ പോകും. അവിടെ നഷ്ടപ്പെടുന്നത് അവരുടെ പ്രധാനപ്പെട്ട 1-2 വർഷങ്ങളാണ്. ഈ 2 വർഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്താതെ എങ്ങനെ നീറ്റ്, JEE പോലത്തെ എക്സാമുകൾ ക്രാക്ക് ചെയ്യാം? അതിന് വേണ്ടിയിട്ടാണ് Xylem എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോം കേരളത്തിലേക്ക് നെസ്റ്റ് എക്സാമിനെ പരിചയപ്പെടുത്തുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഈ നെസ്റ്റ് എക്സാമിൽ പങ്കെടുത്ത് അതിൽ റാങ്ക് നേടുന്ന കുട്ടികളെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കൊണ്ട് തന്നെ Xylem പഠിപ്പിക്കുകയാണ്. Xylem ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. ഈ Xylem ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ സ്കോളർഷിപ്പോട് കൂടി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. പേര് റസ എന്നാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അവനോട് ചോദിക്കാം. മോനെ, Xylemത്തെ പറ്റി എവിടെ നിന്നാണ് കേൾക്കുന്നത്? Xylemത്തെ പറ്റി എൻ്റെ അങ്കിൾ പറഞ്ഞിട്ട് കേട്ടു തുടങ്ങിയത്. അങ്കിൾ ഇങ്ങനത്തെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി കുറച്ച് പോകുന്ന ആളാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞ് Xylem ഇപ്പോൾ പുതിയ തുടങ്ങി, നല്ല അഭിപ്രായം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവിടെ വന്ന് 10ാം ക്ലാസ് മുമ്പ് തന്നെ ഇവിടെ വന്ന് നോക്കി +1 ഇവിടെ പഠിക്കണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റസ, ഈ നെസ്റ്റ് എക്സാമിനെയൊക്കെ പറ്റിയൊക്കെ ഏത് വഴിക്കാണ് അറിഞ്ഞത്? നെക്സ്റ്റ് എക്സാം ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ ഇവർ പറഞ്ഞു നല്ല എക്സാമാണ്, സ്കോളർഷിപ്പ് ഒക്കെ കിട്ടും, എഴുതിയാൽ നല്ലതാണ്, നല്ല ഇതാണ് പറഞ്ഞപ്പോൾ നമ്മൾ എഴുതി നോക്കിയതാണ്. നെക്സ്റ്റ് എക്സാമിന് വേണ്ടി മോൻ പ്രിപ്പയർ ചെയ്ത വഴികൾ ഏതൊക്കെയാണ്? എങ്ങനെയൊക്കെയായിരുന്നു പഠിക്കാൻ ശ്രമിച്ചത്? പ്രിപ്പയർ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് 10ാം ക്ലാസ് അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ 9th കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ 9th ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് 10th കൂടി ഇതിപ്പം പേപ്പർ ഫുള്ള് 9th 10th ആണ്. വലിയ ടഫൊന്നുമില്ല, എല്ലാവർക്കും എഴുതാൻ പറ്റിയ എക്സാമാണ്. മോനെ ഏത് ബാച്ചിലാണ്? നീറ്റ് ആണോ അല്ലെങ്കിൽ JEE ആണോ? ഞാൻ ഇപ്പോൾ JEE ബാച്ചിലാണ്. അപ്പോൾ മോനെ, നമ്മുടെ ഈ JEEക്ക് ആണല്ലോ മോൻ ജോയിൻ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും എക്സാമുകൾ, യൂണിറ്റ് ടെസ്റ്റുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്താറുണ്ടോ? എല്ലാ മൺഡേയും സാറ്റർഡേ എക്സാം നടത്താറുണ്ട്. മൺഡേ ഇങ്ങനത്തെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമും പിന്നെ സാറ്റർഡേ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ എക്സാം ഒക്കെ നടത്താറുണ്ട്. പിന്നെ എടുക്കും മെഗാ ടെസ്റ്റ്, എല്ലാ ചാപ്റ്റേഴ്സ് ക്ലബ് ആയിട്ട് വന്നിട്ട് ഒരു ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റ് നടത്താറുണ്ട്. ഈ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മോന് ടെൻഷൻ കൂടുകയാണോ അല്ലെങ്കിൽ കോൺഫിഡൻസ് കൂടുകയാണോ ചെയ്യുന്നത്? എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ എക്സാം എടുക്കുമ്പോൾ നമ്മളെ ലെവൽ എവിടെയാണെന്നൊക്കെ കുറച്ച് മനസ്സിലാവും. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കുറച്ച് ടഫാണ്. ചിലത് ഇത് നമ്മൾ കുറച്ച് പഠിച്ചിന്, അപ്പോൾ കുറച്ച് എക്സാം ചില എക്സാമിൻ്റെ ബേസ്ഡാണ്. ചില എക്സാം കുറച്ച് ടഫായി തോന്നും, അപ്പോൾ മഴയൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ ഒന്നും കൂടി അത് റിവൈസ് ചെയ്യാൻ പറ്റും. ചില എക്സാം ഇതാണ് പഠിച്ചിട്ട് പോയതാണ്, അപ്പോൾ അതും കിട്ടും. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കട്ടെ. അതായത് നിൻ്റെയൊക്കെ ഫ്രണ്ട്സുകൾ ഉണ്ടാവില്ലേ, സാധാരണ സ്കൂളുകളിലൊക്കെ +1 +2 പഠിക്കുന്ന കുട്ടികളുണ്ട്. ആ പഠിക്കുന്ന വിദ്യാർത്ഥികളും നീയും തമ്മിലുള്ള വ്യത്യാസം പോലെ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ സിലബസും കാര്യങ്ങളൊക്കെ പോകുന്നത്? ഉണ്ട് ഉറപ്പായിട്ടും. ഇത് നല്ല JEEക്ക് നീറ്റിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ ഇത് സാധാ സ്കൂൾ പഠിച്ചാലൊന്നും നമുക്ക് 2 years ഒക്കെ നമ്മൾ 2 years നമുക്ക് ഏർലി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് IITയിലോ NITയിലൊക്കെ വന്ന് വേണമെങ്കിൽ ചേരാം. പക്ഷേ ഇതിലൂടെ നമ്മൾ +1 +2 കിട്ടുകയും ചെയ്യും. നമുക്ക് JEEക്കുള്ള കുറേ ഉള്ള ക്വസ്റ്റ്യൻസും കിട്ടും, ബോർഡ് എക്സാമിനും ഹെൽപ്പാവും, എല്ലാത്തിനും ഹെൽപ്പാവുന്നു. സാധാ സ്കൂളിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ മോനെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമുക്ക് ഏത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ടീച്ചേഴ്സ് വളരെ വലിയൊരു ഫാക്ടറാണ് അല്ലേ. അപ്പോൾ ടീച്ചേഴ്സ് ഫ്രണ്ട്ലി ആണോ? എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് സംസാരിക്കുന്നത്, ക്ലാസ് എടുക്കുന്നതൊക്കെ? പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അടിപൊളി ടീച്ചേഴ്സാണ്, നല്ല ഫ്രണ്ട്ലി ആണ്, കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലാക്കി തരും. അടിപൊളി ടീച്ചേഴ്സാണ്. ചില സാർമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ചീത്ത പറയാ, അടിക്കാൻ അങ്ങനെയൊന്നും ഇല്ല, മനസ്സിലാതിരിക്കുമ്പോൾ ഒന്നും പറയാതിരിക്കുക അങ്ങനെയൊന്നും ഇല്ല. നല്ല അടിപൊളിയായിട്ട് ക്ലാസ്സൊക്കെ പോകും. അപ്പോൾ ഈ മെന്റൽ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടാറുള്ളത്? മെന്റർമാരുടെ സപ്പോർട്ടൊക്കെ അടിപൊളിയാണ്. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിൽ മെന്റർമാരെ പറഞ്ഞാൽ അവർ ചെയ്തു തരും. എന്തെങ്കിലും ഹോസ്റ്റലിൽ പ്രശ്നമാണ്, സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ പറഞ്ഞാൽ അവർ ചെയ്തു തരും. സാധാരണ +1 +2 ഒക്കെ കഴിഞ്ഞിട്ടാണ് പല കുട്ടികളും റിപ്പീറ്റ് ചെയ്യാൻ പോകാറുള്ളത്. പക്ഷേ മോനൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ആ റിപ്പീറ്റ് ഒഴിവാക്കിയിട്ട് +1 +2 പഠനത്തോടൊപ്പം തന്നെ ഈ എക്സാമുകൾക്ക് ക്രാക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് മോനെ എടുത്ത ഡിസിഷൻ ശരിയാണോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ പഠിക്കുന്ന 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് എന്താണ് മോന് പറയാനുള്ളത്? ഇപ്പോൾ പഠിക്കാൻ 10ാം ക്ലാസ് +1 +2 അതേമാതിരത്തെ ഫ്രീഡം, അവിടെയുള്ള ഫ്രീഡം ഫുള്ള് കളിയൊന്നും ഇവിടെ അങ്ങനെ കിട്ടൂല. പക്ഷേ ഇത് വെച്ചാൽ നമ്മൾ പിന്നെ നമുക്ക് അങ്ങോട്ട് സാക്രിഫൈസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ 2 വർഷം നമുക്ക് നേരത്തെ നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പിന്നെ നമുക്ക് കളിക്കാം, പ്രശ്നമില്ല. ഇവിടെ ഇപ്പോൾ ഈ 2 വർഷം മാത്രം സാക്രിഫൈസ് ചെയ്താൽ മതി, പിന്നെ ഫുള്ള് ഫ്രീ ആണ്. ഇപ്പോൾ +1 +2 ഒക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെയാണ് JEE പഠിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ മാനസിക സമ്മർദ്ദങ്ങളോ അങ്ങനെ എന്തെങ്കിലും നേരിടുന്നുണ്ടോ? സ്ട്രെസ് കുറച്ചുകൂടി നമ്മൾ എക്സ്ട്രാ സ്ട്രെസ് എടുക്കേണ്ടി വരും. എന്താണെങ്കിൽ JEE ആണ്, അതിൻ്റെ ലെവൽ ഉണ്ടാവും.
പക്ഷെ എന്നാലും അങ്ങനെ അത്ര ടഫ്. സാർമാരൊക്കെ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത്ര ടഫായിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് തോന്നും. പക്ഷെ സാർമാർ എക്സ്പ്ലെയിൻ അത് സാധാ തിയറിയാണ്, അതിൽ കുറച്ചൊന്ന് അഡ്വാൻസ് ലെവലാണ്, അങ്ങനെയൊക്കെ തോന്നുന്നുള്ളൂ. കൂടുതൽ ഇൻട്രസ്റ്റ് ഒക്കെ തോന്നാറുണ്ടോ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത്? ചോദ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് വലിയ വലിയ ചോദ്യങ്ങളൊക്കെ നമ്മൾ കാണും, ആ കാണുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നാറുണ്ടോ? ഫിസിക്സിന് മാത്സിന് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ കെമിസ്ട്രി ഫുൾ തിയറി ഓറിയന്റഡ് ആയതുകൊണ്ട് വലിയ ടഫായി തോന്നില്ല. ഫിസിക്സ് കുറച്ചൊക്കെ ടഫാണ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ, പക്ഷെ അത് നല്ല രസമാണ്. നമുക്കറിയാം ജെയിൽ 2 തരത്തിലാണ് എക്സാം വരുന്നത്, ജെയ് മെയിനും ഉണ്ട് അഡ്വാൻസ്ഡും ഉണ്ട് അല്ലേ. അപ്പം IIT-ലൊക്കെ കയറണമെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടി നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് മോനെ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പം നമ്മൾ ജെയ് മെയിൻസും ഉണ്ട്, ജെയ് മറ്റേ അഡ്വാൻസും ഉണ്ട്. അപ്പം എല്ലാവർക്കും ഒരു ലെവലല്ലല്ലോ. അപ്പോൾ എല്ലാവരും എനിക്ക് മെയിൻസ് ആയി മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അഡ്വാൻസ് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ബുക്ക് തന്നെ മറ്റേ ഇവര് സൈലത്തിൻ്റെ ഒരു ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസും അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അഡ്വാൻസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സാർമാർ പറയും ചെയ്ത് നോക്കിക്കോ നല്ലതാണെന്ന് പറയും. അപ്പോൾ നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടോ ഇവിടെ നിന്ന് പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ? പറ്റും, എനിക്ക് 100% ഉറപ്പാണ്. എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത്. എനിക്ക് NIT അല്ലെങ്കിൽ IIT പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ച് ഇവിടെ എനിക്ക് കിട്ടും, എനിക്കൊരിപ്പോൾ ഒരു എന്തോ ഉറപ്പുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഷെയറാക്കാം കേട്ടോ. മക്കളെ, നിങ്ങൾ റസന്റെ വാക്കുകളൊക്കെ കേട്ടു, പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായില്ലേ. അതായത് +1 +2 പഠനത്തിന് ശേഷമല്ല നമ്മൾ ഈ എയിമിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. 10ാം ക്ലാസ്സിന് ശേഷം തന്നെ നമ്മൾ +1 +2 പഠനത്തോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നീറ്റ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് വർഷങ്ങൾ ലാഭം ഉണ്ടാവുള്ളൂ അല്ലേ. ഇത് ലാഭിച്ചു വെക്കുന്നതല്ല, പകരം നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാനുള്ള ഒരു പീക്ക് സമയം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിന് ശേഷമാണ്. ആ സമയത്ത് നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ സുഖകരമായിട്ട് നിങ്ങൾക്ക് നീറ്റും ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി സൈലം നടത്തുന്ന ഒരു എക്സാമാണ് നെസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. ഈ നെസ്റ്റ് എക്സാമിൽ ആദ്യ റാങ്കുകളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കൊണ്ട്, നിങ്ങൾക്ക് അവിടെ റെസിഡൻഷ്യൽ അടക്കം ഫ്രീ ആയിക്കൊണ്ടാണ് സൈലം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള എക്സാം ആണ്, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത എക്സാം നടക്കാൻ പോകുന്നത് December 15-നാണ്. മെയിനായിട്ട് ഈ ഒരു എക്സാം നടത്തുന്നത് കേരളത്തിന് പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കേട്ടോ. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരിക്കും. നിർബന്ധമായിട്ടും നിങ്ങൾ അത് പങ്കെടുക്കുക. കംപ്ലീറ്റ്ലി സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ തന്നെ ശ്രമിക്കുക. അപ്പം മറക്കണ്ട, ലിങ്ക് താഴെയുണ്ട്. ഇപ്പോൾ തന്നെ പോയി നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് വെക്കുക. അപ്പോൾ എക്സാമിന് കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ബൈ.